എൻ്റെ പേര് രാജേന്ദ്രൻ. ഞാൻ കേരള പോലീസിൽ SP ആയിട്ട് സൂപ്രണ്ട് ഓഫ് പോലീസായിട്ട് റിട്ടയർ ചെയ്തു. ഭാര്യ സുഷ SP, വൈഫ് റാന്നി സെൻറ്റ് തോമസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഞങ്ങൾ ഈ രണ്ടുപേരും തിരുവനന്തപുരം ജില്ലക്കാരാണെങ്കിൽ പോലും ഞങ്ങൾ വൈഫിൻ്റെ ജോലി സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ റാന്നിയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ 2019 ഞങ്ങളവിടെ താമസിച്ച് വരിക തന്നെ, കുറേ കാലമായി റാന്നിയിൽ താമസിക്കും. 2019 ഹെർണിയയുടെ ഒരു ബുദ്ധിമുട്ട് വന്നു. ഹെർണിയയുടെ രോഗം സാധാരണ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ നടത്തി. അത് കഴിഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞു, ഇത് ഈ ടിഷ്യൂസ് സ്റ്റൊമക്കിനകത്തെ ഇന്നർ ലെയർ ടിഷ്യൂസ് വളരെ വീക്കാണ്, എഗെയിൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഒരു 8-9 മാസം കഴിഞ്ഞപ്പം വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു 8-9 മാസത്തിനിടയിൽ ഇത്രയും ചുരുങ്ങിയ പീരീഡ് കൊണ്ട് വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ 8-9 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. എഗെയിൻ ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി ആ ഡോക്ടർ രണ്ടാമത്തെ ഓപ്പറേഷനും കഴിഞ്ഞ് വീട്ടിൽ വന്നു. കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഓപ്പൺ സർജറിയാണ്. ആദ്യത്തെ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തുവെങ്കിൽ രണ്ടാമത്തെ സർജറി 19 ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തെങ്കിൽ 20 ചെയ്തത് ഓപ്പൺ സർജറിയായിരുന്നു. പക്ഷെ ആ സർജറിയിലാണ് എൻ്റെ കുടൽ കംപ്ലീറ്റ് ഒട്ടിച്ചേർന്ന് പോയത്. അപ്പം ആ ഡോക്ടർ 1 മന്ത് നമുക്ക് ഒരു 26 ദിവസം ഡോക്ടർ നമ്മളെ പരീക്ഷിച്ചു. ഡോക്ടർ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി റിലീസ് ആകുമെന്ന് പറഞ്ഞു. പക്ഷേ റിലീസ് ആയില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ എനിക്ക് തിരിച്ച് ഒരു 9 ഗ്ലാസ്സായിട്ട് പുറത്ത് പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ നിർദ്ദേശിച്ച കോട്ടയത്തെ മറ്റൊരു ഹോസ്പിറ്റലിൽ വേറൊരു ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്ന് CT എടുത്തപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് കുടൽ കംപ്ലീറ്റ്ലി ഒട്ടിച്ചേർന്ന് പോയി. സിമന്റ് ചാന്ത്, കോൺക്രീറ്റിന് സിമന്റ് കൂട്ടിയിട്ടിട്ട് അത് ഇങ്ങനെ ജാമായി ഒട്ടി അത് കട്ടി പിടിക്കുന്ന പോലെ ആയിപ്പോയി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇതിന് മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിങ്ങനെ തമ്മിലൊട്ടിച്ചേർന്നിരിക്കുക, എഗെയിൻ ഓപ്പറേറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക, വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് ഒട്ടിച്ചേരും, വീണ്ടും റിലീസ് ചെയ്യുക, അല്ലാതെ ഇതിന് മരുന്നൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ അവസരത്തിലാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ കോട്ടയത്ത് 3ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും പ്രശ്നമായി. വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല, അത് വീണ്ടും ഒട്ടിച്ചേരുന്നു. ആ അവസരത്തിലാണ് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെയായ ഡോക്ടർ സുനിൽ, പീഡിയാട്രീഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു അത് ഡോക്ടർ ബൈജു സേനാധിപനെ കാണാൻ പറഞ്ഞു, അദ്ദേഹം മിടുക്കനാണ്, അദ്ദേഹത്തിൻ്റെ കൈക്ക് കാര്യങ്ങൾ ശരിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരുമിച്ച് പല ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയും ഡോക്ടർ സുനിലിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ ബൈജു സേനാധിപനെ വന്ന് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് വീണ്ടും പ്രശ്നമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അടുത്തൊരു കുറച്ച് ദിവസം നോക്കാമെന്ന് പറഞ്ഞ് മരുന്നൊക്കെ തന്ന് നോക്കി, ശരിയായില്ല. കുറച്ചൊന്ന് നോക്കിയിട്ട് കാരണം ഡോക്ടർ ഉടനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടിയത് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. അതിൻ്റെ ഞങ്ങൾ അന്നത്തെ ഇപ്പോൾ ഇതായിരുന്നു ഇവരുടെ പഴയ രൂപം ഇതായിരുന്നു. പക്ഷേ ആ അവസരത്തിലുള്ള ഒരു ഫോട്ടോ ഞങ്ങളിൽ ഇരിപ്പുണ്ട്. അത് കുറച്ച് ബെറ്ററായി, ഡോക്ടറെ കണ്ട് കുറച്ച് ബെറ്റർ ആയതിനു ശേഷമുള്ള ഒരു ഫോട്ടോ. ഡോക്ടറിന്റെ സർജറി കഴിഞ്ഞ് 5 കിലോ കൂടിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞതനുസരിച്ചുള്ള ഡയറ്റ് എടുത്തതിന് ശേഷം 5 കിലോ കൂടിയപ്പോൾ ഒരു രൂപമാണ് ഡോക്ടർ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവസാനത്തെ സർജറി ഡോക്ടറിന്റെ കുടൽ ക്ലിപ്പ് ചെയ്ത സമയം 41 കിലോയിലേക്ക് ഞാൻ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഒരു ഗ്ലാസ് പൊട്ടി 1/2 ഗ്ലാസ് കുടിക്കാൻ പറ്റുന്നില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 3 ഇരട്ടിയായിട്ട് ഒമിറ്റ് ചെയ്യുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറയുന്നത് ഓരോ നിമിഷവും ഇങ്ങനെ മരണം മുന്നിൽ കണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഡോക്ടർ പിന്നെ ഫെബ്രുവരി മാസം 1 ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കണ്ടീഷൻ മോശമായി തുടങ്ങി, ഇനി ഉള്ള ആരോഗ്യം വെച്ച് സർജറി ചെയ്യാമെന്ന് വഴി ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ SKയിൽ വരാൻ പറഞ്ഞു. ഞാൻ SKയിൽ വന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഉള്ള ആരോഗ്യം വെച്ച് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കണ്ടീഷൻ വെച്ചാൽ അതുപോലെ മോശമായി. കാരണം വെയിറ്റ് 68 നിന്ന് 41 കിലോയായി മാറി, തനിച്ച് നടക്കാൻ പറ്റാത്തൊരു ഘട്ടമായി മാറി, ബ്ലഡ് നെഗറ്റീവാണ്, വെയിൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലും ഡോക്ടർ പറഞ്ഞത് സെൻട്രൽ വെയിൻ ഇട്ട് നമുക്ക് എന്തായാലും സർജറി ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രീഷൻ ആക്കാം എന്ന് പറഞ്ഞു. ശരിക്കും ഡോക്ടർ തന്ന ആ ഒരു പ്രചോദനം, അതിലാണ് ഞാൻ അവസാനം സർജറി ചെയ്യാൻ ഒരിക്കൽ കൂടി ഞാൻ സമ്മതിക്കുന്നത്. ആ സർജറി ഒരു വലിയൊരു സങ്കീർണമായ സർജറി ആയിരുന്നു. എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇതിന്മേൽ ഇനി ട്രീറ്റ്മെൻറ്റ് വേറെ എങ്ങും നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയും കിട്ടാനില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു കാര്യം 4ാമത്തെ ഈ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ 2 ചെയ്തു, അടുത്ത് വേറെടുത്തൊന്നും ഇത് 3 കഴിഞ്ഞിട്ടാണ് ഇവിടെ ഡോക്ടർ ബൈജു സേനാധിപനെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ വന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ 4ാമത്തെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോഴവരുടെ കണ്ടീഷൻ വളരെ മോശമായിപ്പോയി, വളരെ വേഴ്സായിപ്പോയി.
അപ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ മാക്സിമം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഇതിനപ്പുറം ട്രീറ്റ്മെൻറ്റ് എവിടെ പോയാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. അത് ആ ഒരു ഓപ്പറേഷൻ, 4ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു. പിന്നെ കഴിക്കുകയും പഴയതുപോലെ അല്ലെങ്കിൽ പോലും കുറച്ച് ഏറെക്കുറെ ഇമ്പ്രൂവ്മെൻ്റ് ആയി. നല്ലവണ്ണം അത്യാവശ്യം കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. വെള്ളം അല്ലെ എന്ത് വേണമെങ്കിലും കുടിക്കുകയും കഴിക്കുകയും ചെയ്യാം. 41 ആദ്യം 68 കിലോ ആയിരുന്നു. അതിൽ നിന്ന് അസുഖം ഇങ്ങനെ കുടലൊട്ടി 41 കിലോയിലെത്തി. ഇപ്പോൾ വീണ്ടും 70 കിലോ പോയി. ആ ഒരു അവസ്ഥയിൽ ഇന്ന് മനസ്സ് തുറന്നു പറയുന്നത് ഞാൻ എനിക്ക് ഈ ലോകത്തോട് നന്ദി പറയാനുള്ള ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ വൈ സേനാഥൻ. അല്ല, ഏറ്റവും മുൻപന്തിയിലെന്നുള്ളതല്ല, ഏറ്റവും മുൻപന്തിയിലെന്നുള്ളതല്ല, ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ സുനിൽ, അദ്ദേഹം ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇദ്ദേഹത്തെ വന്ന് ബൈജു സേനാഥൻ ഡോക്ടർ വന്ന് കാണാനും അദ്ദേഹം ഈ സർജറി ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കാരണം ഈ പറഞ്ഞ മാതിരി എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾ കണ്ടവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഈ കുടലുകൾ തമ്മിൽ ഒട്ടിപ്പോകുന്ന ഇതിന് ഒന്നും ചെയ്യാനില്ല, ഒട്ടിക്കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുക, പിന്നെ സർജറി നടത്തി റിലീസ് ചെയ്യുക, വീണ്ടും അത് സർജറി സർജറി നടത്തിയിട്ട് പിന്നെ തുന്നിച്ചേർക്കുമല്ലോ, അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 10-25 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് വീണ്ടും ഒട്ടിച്ചേരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ഷീറ്റ് പറക്കി അടുക്കി വെച്ച് ഒരു 10-25 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ഒട്ടിച്ചേർന്നിരിക്കും. നമ്മൾ പിന്നെ സാധാരണ കടയിൽ കൊണ്ടുപോകാനായിട്ട് ഇതിനെ ഓരോന്നായിട്ട് വലിച്ച് റിലീസ് ചെയ്ത് വേറെ മാറ്റിയിട്ടിട്ട് അതിനകത്ത് ഈ പൗഡറും അതും ഇതൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത്. എങ്കിലും കുറേ കാലം കഴിയുമ്പോൾ അത് വീണ്ടും ഒട്ടും എന്ന പോലുള്ളൊരവസ്ഥ. എത്രയും ഇൻ്റർവെൽ കിട്ടത്തില്ല ഇവർക്ക്. 10-20 ദിവസം കഴിയുമ്പോൾ വീണ്ടും സർജറി കഴിയുമ്പോൾ ഒട്ടിപ്പോകുന്ന ഒരവസ്ഥ. അത് ഡോക്ടർ ബൈജു സേനാധിപൻ അത് ഈ പറഞ്ഞ പോലെ 4ാമത്തെ ഓപ്പറേഷൻ അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു. അതിനുശേഷം ആരോഗ്യസ്ഥിതിക്ക് വളരെ മെച്ചപ്പെട്ടു. പിന്നെ വീണ്ടും ഒരു 2 വർഷത്തോളം ആയപ്പോഴത്തേക്ക് എഗെയിൻ ഒന്നുകൂടെ ചെയ്യേണ്ടി വന്നു. അപ്പം ഈ കണ്ടീഷനൊന്നും വളരെ മോശമായില്ല. ചെറുതായിട്ടൊരു ഹെർണിയ വീണ്ടും വന്നു, അത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി ഒരു പ്രശ്നവുമില്ല. മെഷൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല, കാരണം ഞങ്ങൾ അതുപോലെ അനുഭവിച്ചതാണ്. ഞാൻ അതുപോലെ ഇരുന്ന് കണ്ട്, ഞാനാണല്ലോ ബൈസ്റ്റാൻഡർ എന്ന് പറയുന്നത്. ഒന്ന് പ്രത്യേകിച്ച് 2000 ഇവിടെ ബൈജു സേനാധിപൻ ഡോക്ടർ ഈ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് കോവിഡും കൂടെ ഉള്ള സമയത്താണ്. അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾക്കും കോവിഡൊന്നും വന്നില്ല, വളരെ കാര്യമായിട്ട് നോക്കി, അതുകൊണ്ട് കോവിഡും വന്നില്ല. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്തു, നന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പഴയ ഞങ്ങൾക്കിപ്പം ഇവരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് മാത്രമല്ല, ഇപ്പം എന്നെ സംബന്ധിച്ച്, ഞങ്ങളെ കുടുംബത്തെ സംബന്ധിച്ച് ഇവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഡോക്ടർ ബൈജു സേനാധിപൻ്റെ ഒരു എന്തായാലും പറയണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ദൈവത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ചെയ്തത് കൊണ്ട് തന്നെയാണ്, ഡോക്ടറെ അടുത്ത് എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത്. ഞാൻ എന്നും ഓർക്കുന്ന ഒരു മുഖം ഡോക്ടറെ കൂടെ ഞങ്ങൾ പറയാറുണ്ട്. കൺകെട്ട ദൈവം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഞാൻ ഓർക്കുന്ന ദൈവം എന്ന് പറയുന്ന ഡോക്ടർ തന്നെയാണ്. അവർക്ക് 3 ശസ്ത്രക്രിയകൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ ഏതോ ഒരു ഓപ്പറേഷന് ശേഷം ഒരു ഹെർണിയ വന്നിട്ട്, ഇൻസിഷൻ ഹെർണിയ എന്നാണ് പറയുക, ഹെർണിയ വന്നിട്ട് അത് ലാപ്രോസ്കോപ്പ് വഴി റിപ്പയർ ചെയ്തു. അത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതിന് വീണ്ടും ഹെർണിയ വരികയും അത് വീണ്ടും റിപ്പയർ ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം അത് റിക്കറൻസ് അഥവാ വീണ്ടും ഹെർണിയ വന്നു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം വന്ന സമയത്ത് ബവൽ കംപ്ലീറ്റ് ഒബ്സ്ട്രക്റ്റഡ് ആയിരുന്നു. അതായത് ഹെർണിയയ്ക്ക് നമ്മൾ ഉള്ളിലൊരു മെഷ് വെക്കും, ആ മെഷിനകത്തോട്ട് ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് പേസ്റ്റായിട്ട് ഒട്ടിയിട്ട് അത് പല രീതിയിലും മടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അത് കാരണം ഭക്ഷണം വേണ്ട രീതിയിൽ ആ ചെറുകുടലിലൂടെ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒബ്സ്ട്രക്ഷനായിട്ട്, ഛർദിയായിട്ട് വയറ് ഡിസ്റ്റൻഡ് ചെയ്തിട്ടാണ് ഒരു വല്ലാത്ത കോലത്തിലാണ് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നത്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ന്യൂട്രീഷൻ ഇല്ലാത്തത് കൊണ്ട്, അതായത് കുറേ കാലമായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ന്യൂട്രീഷൻ സപ്പോർട്ടോടുകൂടി തന്നെ നമ്മൾ ആ സർജറിക്ക് എടുക്കുകയും, പോൾ മിക്കൂലീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതായത് ഈ പല രീതിയിൽ ഒട്ടിക്കിടക്കുന്ന ഇൻറ്റസ്റ്റൈൻ വീണ്ടും പഴയ രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ അടുക്കി
അതിൻ്റെ മടക്കുകൾ ആഹാരം കടന്നു പോകത്തക്ക രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് അതിനെ നിരനിരയായി നിർത്തിയതിന് ശേഷം അതിനെ ആ ലെവലിൽ തന്നെ തയ്ച്ച് അവിടെ തന്നെ ഇരിക്കും. ആ രീതിയിലാക്കി അതിനെയാണ് പോൾ മക്വീലീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ചെയ്ത് അത് ആദ്യഘട്ട നമ്മൾ ഹെർണിയ അപ്പോഴും തൊട്ടില്ല. പഴയ ഹെർണിയയുടെ മെഷൊക്കെ എടുത്ത് മാറ്റി ഈ പോൾ മക്വീലീസ് പ്രൊസീജിയറാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഹെർണിയ ആ സമയത്ത് റിപ്പയർ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ. പിന്നെ ഒരു എലക്റ്റീവായിട്ട് മാത്രമേ രണ്ടാം ഘട്ടത്തിൽ മാത്രമേ ഹെർണിയ ശരിക്കും റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഹെർണിയ കീഹോൾ സർജറി വഴി റിപ്പയർ ചെയ്യുകയും ആൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇപ്പോൾ സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യുന്നു.